രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നതുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ഇനി സഭയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വന്നാൽ അറ്റൻഷൻ അതിലേക്ക് പോകും. ഇപ്പോൾ പ്രതിവർഷം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക സർക്കാരിനെതിരെ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ വന്നാലും അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പോൾ അദ്ദേഹം സ്വയം ആലോചിക്കേണ്ടത് ഇങ്ങനെ ഒരു പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തണമെന്ന് അദ്ദേഹം തീരുമാനിക്കുക. അദ്ദേഹം പിണറായി സർക്കാരിൻ്റെ ഒരുപാട് മർദ്ദനങ്ങളേറ്റ ആളാണല്ലോ. അങ്ങനെ ഒരു വ്യക്തി തന്നെ പിണറായി സർക്കാരിൻ്റെ ഒരു ഐശ്വര്യമായിട്ട് മാറുന്നു. അദ്ദേഹം ഇപ്പോൾ പാർട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പാർട്ടിക്കകത്തുള്ള ഒരാളാണെങ്കിൽ ഞാനിത് പറയില്ല. അതുകൊണ്ട് അദ്ദേഹം ആ നിലപാട് തിരുത്തണം. ഇപ്പോൾ സഭയിൽ വന്നാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനില്ല. ഏതാണ്ട് പറയുകറ്റ ബന്ധി ഇരുകുലത്തിലെ വായില്ലാത്തപ്പനെ പോലെ എന്താ സഭയിൽ ഇരുന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഇതിലൊന്നും തനിക്ക് പങ്കില്ല എന്ന് പരസ്യമായിട്ട് പറയുകയും ഇത് ആരോപിച്ചവർക്കെതിരെ ഒരു മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യും. അല്ലെങ്കിൽ അദ്ദേഹം കാത്തിരിക്കുക.